ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഒരു സ്നാക്ക് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാനാവുന്നതും പെട്ടെന്ന് തയ്യാറാക്കാനാവുന്നതുമായ ഒരു ഓയിലെസ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടാതെ ഒരു ഓയിലി സ്നാക്കായ പൊട്ടാറ്റോ ബോൾസ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഹെൽത്തിയായ സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ റെസിപ്പി ഒന്ന് നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഓയിലെസ് ആയിട്ടുള്ള സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ജസ്റ്റ് ഈ ഒരു ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലകൾ ആദ്യമേ നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യമെങ്കിൽ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഫില്ലിങ്സ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം 2 മുട്ടയിലേക്ക് 2 സ്പൂൺ പാലൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ ബ്രെഡുകളും മുട്ടയിൽ മുക്കി ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ സൈഡുകൾ കട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ 2-3 ലെയർ ആക്കാവുന്നതാണ്. ഞാനിവിടെ 2 ലെയറാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് എഗ് ബാറ്ററിൽ മുക്കിയ ബ്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ലോ സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ അടിഭാഗം കുക്കായി വന്നു കഴിഞ്ഞാൽ നേരെ ഒരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം കുക്കായി കഴിഞ്ഞാൽ ഇത് സെറ്റാവുന്നതാണ്. സെറ്റായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം കുക്ക് ചെയ്യാനായിട്ടൊന്ന് ലോ സിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റോളർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് പൊട്ടാറ്റോ ബോൾസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പൊട്ടാറ്റോ കുറച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തോല് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി സ്മാഷ് ചെയ്ത പൊട്ടാറ്റോയിലേക്ക് ഗാർലിക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് അതിനുള്ളിൽ കുറച്ച് ചീസിൻ്റെ ഒരു ക്യൂബ്സ് വെച്ചതിന് ശേഷം ബോളാക്കി എടുക്കാവുന്നതാണ്. അടുത്തതായി ഈ ഓരോ ബോളുകളും മുട്ടയും പാലും കൂടി ചേർത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പൊട്ടാറ്റോ ബോൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.